ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധമ്മേ, മരുമോളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ നിങ്ങൾക്ക് ആപത്താ രാധമ്മേ. കുടുംബം നശിച്ചു പോവും. അത്രയ്ക്ക് തലതെറിച്ചവളാ കൃതിക. മിണ്ടി പോരുത്. മര്യാദ കേട്ട് പറയുന്നു. എന്റെ മകനും മരുമകളും തമ്മിൽ ഒരു പ്രശ്നമില്ല. അവര് തമ്മിൽ തല്ലി പിരിയുന്ന ആരും മോഹിക്കും വേണ്ട. മോനുമായിട്ട് പെരുമാറുമ്പോ മറ്റുള്ളവരെ തല കയറുന്നു. അല്ല പിന്നെ വെറുതെ ഇരുന്ന് അവളുടെ അണ്ണാക്കിൽ കൈയിട്ട് കടിയും മേടിച്ച്. ഓ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഈ പപ്പട അവിടെ ഒരു സുമാറും ഇല്ല. അമ്മാവാ, ഞാൻ വരച്ചു കഴിഞ്ഞു. ആഹാ, കൊള്ളാലോ. കൺഗ്രാചുലേഷൻസ്. ഇതിന് 10-ല് 10 മാർക്ക്. ഐഷു കുട്ടിക്ക് ചോക്ലേറ്റ്. ഹായ്, താങ്ക് യു ആന്റി. ശരി, പൊയ്ക്കോ. രാജു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മേഡം? രാജു എന്റെ അച്ഛനെ ഫോളോ ചെയ്തതാണോ അതോ എന്നെ ഫോളോ ചെയ്തതാണോ? എന്നോട് ഇഷ്ടമില്ലാത്തവരെ ഫോളോ ചെയ്യേണ്ട കാര്യം എനിക്കെന്താ മേഡം? പിന്നെ എന്നെ തിരക്കി എന്റെ പുറകെ വന്നത് എന്തിനാ? ഞാൻ മാഡത്തെ തിരക്കിയല്ല വന്നെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഞാൻ പോയ അതേ സ്പോട്ടിലേക്ക് രാജു വന്നല്ലോ. അതെന്തിനാണെന്നാ ചോദിച്ചത്. വർമ്മ സാറ് ടെൻഷനോട് പോകുന്നുണ്ടപ്പോ കാര്യം അറിയാൻ ഞാൻ പിന്നാലെ പോന്നതാ. അച്ഛനും മകളും കൂടെ ഒരേ സ്ഥലത്ത് വന്ന് ചേരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത ആള് എന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്തിനാണെന്നാ എനിക്കറിയേണ്ടത്. ഭാര്യയായിട്ട് അംഗീകരിക്കാനാണല്ലോ മേഡം മേഡത്തെ ഞാൻ താലിയിട്ടത്. വെറുതെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് അവൾ അയാളുടെ ഭാര്യയാകൂ? ഭാര്യയ്ക്ക് അവളുടേതായ ചില അവകാശങ്ങളില്ലേ, ആഗ്രഹമില്ലേ? അതോ ഭാര്യ എന്ന് വെച്ച വേറൊരു മരപ്പാവയാണെന്നാണോ കരുതിയിരിക്കുന്നത്? മേഡം, ഞാൻ കഴുത്തിൽ തൊടലിട്ട് കൂട്ടിലടച്ച് മനുഷ്യർ പെറ്റ്സിനെ വാങ്ങി വളർത്താറുണ്ട്. ഞാൻ അത്ര ഒരു ജീവിയാണെന്ന് രാജു കരുതിയോ? ആണും പെണ്ണും ഒരുപോലെ മനുഷ്യരാ. തുല്യ അവകാശം, തുല്യ നീതി. അത് കിട്ടിയില്ലെങ്കിൽ ഏത് പെണ്ണും പൊട്ടിത്തെറിക്കും. മേഡം, മാഡം എന്നോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക, സത്യം എന്താണെന്നറിയാതെ. ആ യുദ്ധം മാഡം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ. ഭാര്യയായ എന്നെ രാജു ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയാതെ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കില്ല. രാജു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം, എന്നെ മാത്രം. അകലേ